നമസ്കാരം. കുക്കിങ്ങിൻ്റെ ബാലപാഠമാണ് നൈഫ് സ്കിൽസ്. എങ്ങനെ ഒരു നൈഫ് ഹാൻഡിൽ ചെയ്യണം, എങ്ങനെ സ്ലൈസ് ചെയ്യണം, ഡൈസ് ചെയ്യണം, ചോപ്പ് ചെയ്യണം, കൂടാതെ എങ്ങനെ അപകടങ്ങൾ ഒഴിവാക്കണം. ഈ സ്കില്ലുകളും ടെക്നിക്കുകളും നമ്മൾ വളരെ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ നമ്മുടെ കുക്കിങ്ങിൻ്റെ സ്പീഡും എഫിഷ്യൻസിയും തീർച്ചയായിട്ടും ഇരട്ടിയല്ല 3 ഇരട്ടിയായിട്ട് വർദ്ധിക്കുന്നതാണ്. നമ്മളെപ്പോഴും ഈ കൈമുറിക്കുന്നത് പ്രധാനമായിട്ടും 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, നമ്മൾ കട്ട് ചെയ്യുന്ന വസ്തു ഒരിടത്ത് ഉറച്ചിട്ടില്ല, അതിങ്ങനെ ഉരുളുന്നു. രണ്ടാമത്, നമ്മുടെ കട്ടിംഗ് ബോർഡും ഇതുപോലെ തന്നെ തെന്നി മാറി നടക്കുന്നു. ഈ കാര്യങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് പരിഹരിക്കാം. ഈ ബോർഡിൻ്റെ അടിയിൽ ഇതുപോലെ ഒരു തുണിയോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ നനച്ച് വെച്ചിട്ട് അതിന് മുകളിൽ ഈ ബോർഡ് വെക്കുകയാണെങ്കിൽ ബോർഡ് ഒരിക്കലും ഓടി നടക്കത്തില്ല, ഉറച്ചിരുന്നോളും. അതുപോലെ തന്നെ ഈ ഉള്ളി 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കമത്തി വെച്ചിട്ട് നമ്മൾ സ്ലൈസ് ചെയ്യുകയോ ഡൈസ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ ആ ഉള്ളിയും ഓടി നടക്കത്തില്ല. ഈ ഉള്ളിക്കൊരു നോർത്ത് പോളും ഒരു സൗത്ത് പോളും ഉണ്ട്. ഇതിൻ്റെ ടോപ്പാണ് ഈ നോർത്ത് പോള്, സൗത്ത് എന്ന് പറയുന്നത് റൂട്ട് എൻഡ്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ഘടനയെ ലിയനേഴ്സ് എന്ന് വിളിക്കും. ചിലരതിനെ ഒനിയൻ ജൂലിയൻ എന്ന് വിളിക്കാറുണ്ട്. നമ്മളിൽ അധികം ആൾക്കാർ ഒനിയൻ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടാണ് കട്ട് ചെയ്യാറ്. പക്ഷേ ലേനേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒനിയൻ്റെ ആംഗിളിനനുസരിച്ചാണ് കട്ട് ചെയ്യേണ്ടത്. ഈ ലേനേഴ്സ് എന്ന് പറയുന്ന ഈ കട്ട് കൂടുതലായിട്ടും ഫ്രഞ്ച് കുക്കിങ്ങിൽ, അതുപോലെ തന്നെ ഏഷ്യൻ കുക്കിങ്, സ്റ്റിർ ഫ്രൈ, അതിലൊക്കെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ടെക്നിക്സ്. ഈ ഒബ്ജക്റ്റിൻ്റെ അഥവാ ഉള്ളിയുടെയും കത്തിയുടെയും കൈയുടെയും കൂടെ റിലേഷൻഷിപ്പ് നമുക്കൊന്ന് നോക്കാം. ഒരു ക്ലോ പൊസിഷനിലാണ് കൈ പിടിക്കേണ്ടത്. അതായത് പൂച്ചയുടെ നഖം പോലെ നമ്മൾ അള്ളിപ്പിടിക്കുകയാണ് ചെയ്യുന്നത്. അത് കൈ വിരലുകളുടെ അറ്റം ഉള്ളിലേക്കാണ് മടക്കി വെച്ചിരിക്കുന്നത്. ഫിംഗർ ടിപ്സ് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചാൽ അത് അൺസേഫ് ആണ്, അപകടങ്ങൾക്ക് സാധ്യത കൂടുതലുണ്ട്. വിരലുകൾ പുറകോട്ട് സ്ലൈഡ് ചെയ്യുന്നതിനൊപ്പം തന്നെ വിരൽമുട്ടുകളിൽ ചേർത്ത് പിടിച്ച്, അതായത് മുട്ടുകൾ ഒരു ഗൈഡായിട്ട് ഉപയോഗിച്ചുകൊണ്ട് കത്തി ബാക്ക് ആൻഡ് ഫോർത്ത് മോഷനിലോ അല്ലെങ്കിൽ ഒരു സർക്കിൾ മോഷനിലോ നമ്മൾ മൂവ് ചെയ്യുന്നു. കത്തി വിരൽ മുട്ടുകളെ കഴിഞ്ഞും കൂടുതൽ ഉയർത്തിയിട്ട് വെട്ടിയാലും അപകടങ്ങളുണ്ടാവും. നൈഫ് സ്കിൽ ഇല്ലാത്തവർക്കൊരു സ്കെയിൽ കൊണ്ട് പ്രാക്ടീസ് ചെയ്യാം. അതിനുള്ളിൽ തന്നെ വേണമെന്നില്ല, ഒരു മാങ്ങയോ ചിരട്ടയോ എന്തായാലും മതി. പേടിക്കാതെ എത്ര വേണേലും പ്രാക്ടീസ് ചെയ്യാം. അഥവാ ഇനി ആരെങ്കിലും സ്കെയിൽ കൊണ്ട് കൈ മുറിച്ചാൽ അവർ പിന്നെ കത്തിയെ തൊടാണ്ടിരിക്കുന്നതാണ് നല്ലത്. ഈ സ്പ്ലിറ്റ് സ്ക്രീനിൽ സേഫ് ടെക്നിക്കും സേഫ് അല്ലാത്ത ടെക്നിക്കും നമുക്ക് കണ്ട് മനസ്സിലാക്കാം. അടുത്ത് നമുക്ക് ഡൈസിങ് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കിവിടെ ഒരു 1/2 ഇഞ്ച് ഡൈസ് കട്ട് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ഡൈസ് ചെയ്യാനായിട്ട് നമ്മൾ ഇതിൻ്റെ റൂട്ട് കട്ട് ചെയ്ത് മാറ്റി കളയുന്നില്ല. ഈ ഒനിയൻ്റെ ആംഗിളിനനുസരിച്ച് നമ്മൾ 1/2 ഇഞ്ച് കട്ടുകൾ ആദ്യം ഇടും. അതിനുശേഷം നമ്മൾ വിലങ്ങനെ കൂടി, അതായത് ഹൊറിസോണ്ടലി നമ്മൾ ഒനിയൻ്റെ വലുപ്പം അനുസരിച്ച് 1/2 ഇഞ്ച് ഇൻ്റർവെല്ലിൽ ഇതുപോലെ കട്ടുകളിടും. ഇനി അത് ഏകദേശം 1/2 ഇഞ്ച് വെച്ച് നമ്മളത് മുറിച്ചെടുക്കും. ഈ ലാർജ് ഡൈസും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഏഷ്യൻ കുക്കിങ്ങിലാണ്. നമുക്കറിയാം, ചൈനീസ് റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചില്ലി ചിക്കൻ അതുപോലെയുള്ള ഡിഷുകളിൽ ഇതുപോലെയുള്ള ഡൈസ് നമുക്ക് കിട്ടാറുണ്ട്. ഇതുപോലെ തന്നെയാണ് നമ്മൾ മീഡിയം ഡൈസും കട്ട് ചെയ്യുന്നത്. 1/4 ഇഞ്ചോ അല്ലെങ്കിൽ അതിൽ അല്പം കൂടി കുറച്ചോ നമുക്ക് മീഡിയം ഡൈസ് കട്ട് ചെയ്യാം. ഞാൻ പറയാൻ മറന്നു, ഈ മെഴുകുതിരി എന്തിനാണ് ഇവിടെ കത്തിച്ച് വെച്ചിരിക്കുന്നത്. ഈ ഉള്ളിക്കകത്ത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുന്ന സൾഫർ കോമ്പൗണ്ട്സ് ആണ് നമ്മുടെ കണ്ണിൽ കൂടെ വെള്ളം വരാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കണ്ണ് നീറുന്നത്. ഈ മെഴുകുതിരി ആ സൾഫർ കോമ്പൗണ്ട്സിനെ അപ്പം തന്നെ ബേൺ ചെയ്ത് കളഞ്ഞോളൂ. അങ്ങനെ നമ്മുടെ കണ്ണ് ഒരിക്കലും നീറുകയില്ല. ഈ ഒരു ടെക്നിക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും പരീക്ഷിക്കാവുന്നതാണ്. ഒരിക്കലും കണ്ണിൽ കൂടെ വെള്ളം ഒടിക്കില്ല. നമുക്ക് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഒനിയൻസ് കട്ട് ചെയ്യണമെങ്കിൽ പോലും. ഇനി സ്മോൾ ഡൈസ് നമുക്ക് ഇതേപോലെ തന്നെ കട്ട് ചെയ്യാം. വളരെ അടുപ്പിച്ച് നമുക്ക് വെർട്ടിക്കലായിട്ടുള്ള, അതായത് കുത്തനെയുള്ള കട്ടുകൾ ഇട്ടിട്ട്, പിന്നെ നമുക്ക് വിലങ്ങനെയുള്ള ഹൊറിസോണ്ടൽ കട്ടുകൾ ഇടണമെന്ന് നിർബന്ധമില്ല സ്മോൾ ഡൈസിന്. ഇനി ഉള്ളി ഇപ്രകാരം ചോപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്മോൾ ഡൈസ് കിട്ടുന്നതാണ്. കറികളിലും അതുപോലെ തന്നെ ഗ്രേവിയിലൊക്കെ ഉപയോഗിക്കാം. വളരെ നല്ലതാണ്, പെട്ടെന്ന് നമുക്ക് ഫ്രൈ ആയി കിട്ടും. ഇതിൻ്റെ തന്നെ ഒന്നുകൂടിയുള്ള ടൈനി വേർഷനാണ് ഫൈൻ ഡൈസ്, അല്ലെങ്കിൽ നമുക്ക് ഷ്രെഡഡ് ഒനിയൻ എന്ന് പറയുന്നത്. ഇതുപോലെ വളരെ അടുപ്പിച്ച് കുറച്ച് പ്രാക്ടീസ് കൊണ്ട് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്യാനാവും. അടുത്തത് അനിയൻ സ്ലൈസും ഡ്രിങ്ക്സുമാണ് നമ്മൾ സാലഡിലൊക്കെ ഉപയോഗിക്കുന്നത്. ഈ ഉള്ളി നമ്മൾ വളരെ ഫേമായിട്ട് തന്നെ പിടിക്കണം, അതല്ലെങ്കിൽ തെന്നി മാറി നമ്മുടെ കൈ തെറ്റി ചിലപ്പോൾ കൈ മുറിഞ്ഞെന്ന് വരും. ഇനി നമുക്ക് വളരെ ഫൈനായിട്ട് അഥവാ സൂപ്പർ തിന്നായിട്ട് സ്ലൈസുകൾ ഉണ്ടാക്കണമെന്ന് ഇരിക്കട്ടെ. അത് കത്തി കൊണ്ട് കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിന് ഇതുപോലുള്ള ഒരു മെൻഡലിൻ സ്ലൈസർ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കൂടാതെ ഒരിക്കലും നമ്മളത് കൈകൊണ്ട് ഉള്ളി പിടിച്ച് സ്ലൈസ് ചെയ്യരുത്. എന്തെങ്കിലും ഒരു സപ്പോർട്ടിങ് ഡിവൈസ് അല്ലെങ്കിൽ ഗ്രിപ്പ് ഉപയോഗിച്ച് മാത്രമേ ആ ഉള്ളി നമ്മൾ പിടിച്ചിട്ട് സ്ലൈസ് ചെയ്യാവുള്ളൂ.
അവസാനമായിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നത് സ്ലൈസാണ്. നമുക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ പരിചയമുള്ളത് ഈ സ്ലൈസ് കട്ട് ചെയ്താണ്. ഇതിന് റെയിൻബോ കട്ടെന്നും പറയാറുണ്ട്. ഇതിൻ്റെ ടോപ്പ് കട്ട് ചെയ്തതിന് ശേഷം ഈ റെയിൻബോയുടെ ഡയറക്ഷനിൽ നമ്മൾ പുറകിലേക്ക് കട്ട് ചെയ്ത് പോവുക. ഇതിൻ്റെ റൂട്ട് നമ്മൾ കട്ട് ചെയ്ത് കളയുന്നില്ല. ഇത് പുറകിലേക്ക് കട്ട് ചെയ്ത് വരുമ്പോഴേക്കും അതിൻ്റെ റൂട്ട് എടുത്താൽ കളഞ്ഞാൽ മതി. ഇനി ഒന്നുകൂടി ചെറിയ സ്ലൈസ് വേണമെങ്കിൽ ഈ ഉള്ളി നമുക്ക് നടുവേ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത ശേഷം ഇതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ സ്ലൈസ് കിട്ടും. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് കൂടി കാണാൻ മറക്കരുത്. ജിഞ്ചർ, ഗാർലിക്, വെജിറ്റബിൾസ് മുതലായ സാധനങ്ങൾ എങ്ങനെ നമുക്ക് പ്രോപ്പറായ നൈഫ് സ്കിൽ ഉപയോഗിച്ച് കട്ട് ചെയ്യാവുന്ന ആ എപ്പിസോഡിലൂടെ നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ബി കെയർഫുൾ വിത്ത് ദ നൈഫ്.